നല്ല ചൂടുള്ള ചിക്കൻ കറിയും ചോറും, അതിൽ തന്നെ നല്ല വെന്ത ഉരുളക്കിഴങ്ങ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതൽ അതായിരുന്നു മനസ്സിൽ. അരി വേവിക്കാൻ വേണ്ടി വെച്ച സമയത്ത് 2 ഉരുളക്കിഴങ്ങും കൂടി കൂടിയിട്ട് അതാകുമ്പോഴത്തേക്കും ഒരുമിച്ചങ്ങ് വെന്തും കിട്ടും, സമയവും ലാഭം. വർക്ക് ഫ്രം ഹോം ആയത് കാരണം പുറത്തൊന്നും ഇറങ്ങാൻ അധികം സമയമില്ല. ഇവനിപ്പോൾ സമയം ഉണ്ടെങ്കിൽ തന്നെ പോകാൻ തോന്നാറുമില്ല. അതുകൊണ്ട് എല്ലാം ഹോം ഡെലിവറിയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചിക്കൻ കറി കൂട്ടി നല്ല ചൂട് ചോറ് കഴിക്കണം എന്നുള്ള കാരണം ഇന്നലെ ചിക്കൻ വാങ്ങി. ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി വെള്ളം വറുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില എടുക്കാം, 2 തക്കാളി, ഇത്രയും സാധനം വേറെ ഇട്ടു. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും മീതിയിട്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ചിക്കനെല്ലാം കഴുകിക്കഴിഞ്ഞ് അരിയാനുള്ളതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കും പാൻ അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിച്ച് പാൻ ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കാം. എന്തെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. എൻ്റെ വെളിച്ചെണ്ണ ഉണ്ടാവില്ല, ഞാൻ റൈസ് പാനല്ല യൂസ് ചെയ്തത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് സവാളയും പച്ചമുളകും സാധനങ്ങളൊക്കെ ഇടണം. ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടില്ല, കാരണം
അത് ഈ അടിയിൽ പിടിച്ച് അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കായിരിക്കും നമ്മൾ ഇഞ്ചിയും തന്നെ വെളുത്തുള്ളി ഇടേണ്ടത്. ഇതിലേക്ക് ആവശ്യമുള്ളപ്പോഴേക്കും കുറച്ച്, ഇതിപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എണ്ണ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം മസാലകൾ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടത്, ഞാൻ ചിക്കൻ മസാല ഒന്നും യൂസ് ചെയ്തില്ല. കുറച്ച് മുളക് പൊടി, എരിവെള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്തത്. കാശ്മീരി യൂസ് ചെയ്തില്ല. കളർ കൂടുതൽ വേണമെങ്കിൽ എപ്പോഴും കാശ്മീരി കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇത്ര സാധനം ഇട്ടു. ഇതിനൊന്നും പ്രത്യേക അളവായിട്ടൊന്നും എടുത്തില്ല. ഏകദേശം ഇട്ട് കഴിയുമ്പോഴത്തേക്കും പാകമാവണ രീതിയിൽ ഇടുക, അത്ര പറയാനുള്ളൂ. എരിവ് കുറവ് വേണ്ട ആൾക്കാർ എരിവ് കുറച്ചിടുക, അതായത് മുളക് പൊടി കുറച്ചിടുക. ഇനി ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. അരിഞ്ഞ് വെച്ച തക്കാളി, ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പുളിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ചിടാം. ഇനി ഈ തക്കാളി ഒന്ന് ഏകദേശം വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം മതിയാവും. 1 കപ്പൊക്കെ ചിലപ്പോൾ ഓവറായിരിക്കും, അതൊന്ന് നോക്കി കണ്ടൊക്കെ ഒഴിക്കുക. ചാറ് കൂടുതലാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക. ഇടയ്ക്ക് ഇതിൻ്റെ ഉപ്പ് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക. ചിക്കൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഗ്രേവിയിലേക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് വേവിക്കാം. ചിക്കൻ ആയതുകൊണ്ട് അധികം വേവില്ല. സോ കുക്കറില്ലാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആകെ അടിക്ക് പിടിക്കാതെ നോക്കിയാൽ മതി. ഇപ്പോൾ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ആളുകൾക്ക് നോൺ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ പ്രശ്നമായത് കാരണം ഇഷ്ടമുള്ള പാത്രമൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈയിടെയായിട്ട് എല്ലാത്തിനും കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്ക് അധികം ഉപ്പങ്ങ് ഒറ്റയടി ഇറങ്ങില്ല. സ്ലോ ആൻഡ് സ്റ്റഡി. വലിയ ഉപ്പിൻ്റെ ഇതും ഉണ്ടാവില്ല കൂടിപ്പോയാൽ. ഞാൻ ഉപ്പിടുന്നതിലൊക്കെ കുറച്ച് ശ്രദ്ധ കുറവാണ്. അതുകൊണ്ട് കല്ലുപ്പാണ് എനിക്ക് സേഫായിട്ട് തോന്നിയേക്കുന്നത്. ചിക്കൻ ഒന്ന് ഏകദേശം ആയിക്കഴിഞ്ഞപ്പോഴേക്കും പുഴുങ്ങി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി പിന്നെ ഒരു കുറച്ച് നേരം അത് കുക്കാൻ വേണ്ടി വെച്ചു. അതിപ്പോൾ ചിക്കൻ്റെ കുക്കിംഗ് രീതി സോഫ്റ്റായിട്ടാണ്, നമുക്കധികം ടെൻഡറായിട്ടാണ് വേണ്ടതെങ്കിൽ അധികം കുക്ക് ചെയ്യണ്ട, അല്ലേ ഓവർ കുക്ക്ഡായി പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും ചിക്കനൊന്നും ഈ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ഗ്രേവി കുറച്ചുകൂടി പരുവായിട്ടുണ്ടാവും. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ചാറ് കൂടിയ കറിയാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിക്കാം, അല്ലേ അധികം ഒഴിക്കണ്ട. അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും കൂടി മീതെ ഇട്ടപ്പോഴത്തേക്കും സെറ്റായി. എനിക്ക് നല്ല ചൂടുള്ള ചോറിൽ നല്ല ചൂടുള്ള ചിക്കൻ കറിയും ആ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ആവി പറക്കണ രീതിയിലിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതാകുമ്പോഴത്തേക്കും പിന്നെ ക്ഷമയില്ലാത്തതുകൊണ്ടാണെന്നും പറയാം, പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ചിക്കൻ കറി, നല്ല ഫ്രഷ് ചോറ്,